എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും 49ാമത് 2021-24 നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 249/2023 കാറ്റഗറി നമ്പറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അറിയാത്ത ഭാഗങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചെറുതായിട്ട് ഷോർട്ടായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് ഇടയ്ക്ക് എടുത്തിട്ട് റിവൈസ് ചെയ്യണം. ബൈ ചാൻസ് നാളെ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് മാർക്കാക്കിയിട്ട് മാറ്റാനും ശ്രമിക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയായിരുന്നു. പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം ഏതാണ്? 2021. പറക്കം സിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിൽഖ സിംഗ് ആണ്. അദ്ദേഹം അന്തരിച്ചു 2021. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? പ്രഗ്യാൻ റോവർ, ചന്ദ്രയാൻ 3യുടെ ലാൻഡർ റോവർ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ മാസം 22. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സംഭാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് അന്തരിച്ചു. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലകൻ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത്? കൈഗ അല്ലെ? കൈഗ കർണാടക. കൽപ്പാക്കം തമിഴ്നാട്. നറോറ ഉത്തർപ്രദേശ് അല്ലെ? കക്രപ്പാറ. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എപ്പോഴും ഈ ആണവോർജ നിലയങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യന് വരാറുണ്ട്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ വ്യക്തമായിട്ട് തന്നെ നോട്ട് പഠിക്കണം കേട്ടോ. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി. കാവേരി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ 4 മെഗാ നഗരങ്ങളാണ് അല്ലെ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരം മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് 22. ഞാൻ ആൻസർ തരുന്ന ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമ 51A. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയായിരുന്നു. അദ്ദേഹം മാറി, ഇപ്പൊ ഹരികുമാർ അല്ലേ? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരികുമാർ. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്
മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നത്? സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം 52 സെക്കൻഡ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 44-ാം ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം? 24. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ്? വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആര്? അല്ലാത്തത് ആര്? ക്വസ്റ്റ്യനിൽ അവിടെ ഈ സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് വന്നുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വദേശി സമരകാലത്തെ ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത്? അബനീന്ദ്രനാഥ ടാഗോർ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ്? ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഗദ്ദാർ പാർട്ടിക്ക് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് പഠിക്കണം. അറിയാത്തതുണ്ടെങ്കിൽ ഒന്നും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഗദ്ദാർ പാർട്ടി എഴുതുക. നേരെ അല്ലാണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും എഴുതണ്ട. ലാലാ ഹർദയാൽ എഴുതുക, നേരെ ഒരു ഹൈഫൺ ഇടുക, ഗദ്ദാർ പാർട്ടി എഴുതുക, എന്നിട്ട് ഇതിൽ ഏത് രാജ്യത്താണെന്ന് ഇടുക. അപ്പൊ നമ്മൾ ഇനി റിവിഷൻ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി കേട്ടോ. ഒന്ന് ഓർമ്മ കിട്ടും. ഏതാണ്? അമേരിക്കയിലാണ് കേട്ടോ. അമേരിക്കയാണ്. അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അമേരിക്കയിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം? 34. ഏതാണ്? ഇവയെല്ലാം കേട്ടോ. മദ്രാസ് ലേബർ യൂണിയനും AITUCയും അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും എല്ലാം ഏതിലെ വരും? ഇന്ത്യയില് ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ 10, +2, +3 എന്ന മാതൃകയിലെ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ? ഏത് കമ്മീഷനായിരുന്നു? സീലെ കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകം? VP മേനോൻ. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IIT-കളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത്? 5 IIT-കള്. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം? 40-ാമത്തെ ലളിതകല അക്കാദമി. അപ്പൊ ഇവിടെ 36-ാമത്തെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ചെയ്തിട്ട് നമ്മുടെ SRT-യിൽ കിടക്കുന്നതാണ്. 10, +2, +3 കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ്. പിന്നെ ഇതില് നമുക്ക് അത് പിന്നെ അറിയാം. ദേശീയ വിദ്യാഭ്യാസത്തിന് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. VP മേനോന്റെ ഒക്കെ നോക്കി വെക്കുക. 5 IIT-കൾ നമ്മൾ പഞ്ചവത്സര പദ്ധതി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാന്നാർ ലഹള നടന്ന വർഷം? 1859. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം? K. കേളപ്പൻ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്? C. ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം? രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളാണ് കേട്ടോ. ഇവിടെ പോയിന്റ് ശ്രദ്ധിക്കണം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത? മലബാറിൽ AV കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂര്.
തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. നിങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് മതി ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനോ രണ്ട് ക്വസ്റ്റ്യനോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങൾ തേടിപ്പോകാതെ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഒരു അടിസ്ഥാന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ റാങ്ക് എന്ത് ചെയ്യുന്നത്, താഴേക്ക് പോണത്. നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളൊക്കെ നടന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ ബയോളജി എന്നൊക്കെ കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ള എക്സാമിൽ ബയോളജി എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് +2 ഏരിയയിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT അവിടെ ഇട്ടിട്ട് +2ലേക്ക് ഓടും. മൊത്തം നമുക്ക് എത്ര മാർക്ക് ഉണ്ട്, 6 3 9 10 12 അല്ലേ, 12 13 ക്വസ്റ്റ്യന് ഇപ്പൊ സയൻസ് വിഭാഗത്തിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എവിടെ നിന്ന് വരുന്നത്, +2 ഏരിയയിൽ നിന്ന് വരുന്നത്. ബാക്കി 12 ക്വസ്റ്റ്യന് SCRT ആയിരിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യനും വേണ്ടിയിട്ട് പോയിട്ട് ആ +1 +2 സയൻസ് ബയോളജി സയൻസ് നിന്ന് കുട്ടികൾ എന്താ പഠിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ബയോളജി സയൻസ് ഇവിടെ ഇരുന്ന് ഫുള്ള് പഠിക്കുകയായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ വരും, 12 മാർക്ക് കിട്ടണോ അതോ 1 മാർക്ക് കിട്ടണോ, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് 1 മാർക്ക് വെക്കോട്ടെ, ബാക്കി 12 മാർക്ക് കിട്ടണം. 12 മാർക്കിനെ പഠിക്കാൻ നോക്കാതെ 1 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം എവിടെ വരെ എത്താൻ പറ്റുമോ നമ്മൾ അതുവരെ എത്തും. നമ്മൾ എല്ലാവരും, അപ്പൊ നിങ്ങളാണെങ്കിലും ശരി ഞാനാണെങ്കിലും അങ്ങനെ ശരി, ആ തിരിച്ചറിവ് നമ്മൾക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും. അടിസ്ഥാന കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മാറ്റിവെക്കുക, പഠിക്കുക. ഇപ്പൊ ഒരു വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 ആണ് എന്ന് പഠിക്കാതെ വൈക്കം സത്യാഗ്രഹത്തിന്റെ അറ്റം പോയിട്ട് നമ്മൾ അവിടെ എന്താ ലാസ്റ്റ് സംഭവിച്ചെന്ന് അന്വേഷിക്കാൻ പോയാൽ നടക്കുമോ, പറ്റില്ല. അത് എന്ത് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ പഠിക്കുക. അല്ലാതെ കുറേ അവിടെ ക്ലാസ് ഇടുന്നുണ്ട് ഇവിടെ ക്ലാസ് ഇടുന്നുണ്ട് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നടന്ന് അവർ ക്ലാസ് വിട്ടിട്ട് പോകും, നിങ്ങൾ അതിന്റെ പിന്നാലെയും പോകും. ലാസ്റ്റ് എക്സാമും കഴിഞ്ഞ് റിസൾട്ട് വരും, നമ്മൾ വീണ്ടും അവരുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടേ. അതല്ല വേണ്ടത്, ഒരു ഭാഗത്ത് നിന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു മാറ്റുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പഠിക്കണം കേട്ടോ എന്ന് എന്നോടും നിങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും അത് താഴെ ഒന്ന് കമന്റ് രൂപത്തിൽ കൂടിയിട്ട് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ എന്നും കൂടി പറഞ്ഞാൽ അതും കൂടി എനിക്ക് ഒരു ഉപകാരമായി. നമുക്കൊക്കെ അടുത്തതിൽ 2024 നമ്മുടെ വർഷമാക്കി മാറ്റേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പറയാണ്, വീഡിയോ യൂട്യൂബുകളിൽ കുമിഞ്ഞുകൂടുന്ന വീഡിയോകളുടെ പിന്നാലെ ഓടി നടന്ന് ക്ഷീണിക്കുക അല്ലാതെ നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല. ഓരോന്നും പഠിക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങൾ പഠിക്കാനും റിവിഷൻ ചെയ്ത് മാറ്റാനും, ആഴ്ചയിൽ ഒരു ദിവസം വീണ്ടും റിവിഷൻ ചെയ്ത് മാറ്റി കുറേ പഠിച്ചതുകൊണ്ടൊന്നും നമുക്ക് ഒരു ഓർമ്മയും കിട്ടില്ല കേട്ടോ. പഠിച്ചു എല്ലാം കഴിഞ്ഞു, പക്ഷെ അതവിടെ നമ്മൾ എന്ത് പഠിച്ചു എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് തന്നെ ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുക. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി അല്ലേ. കേരളത്തിലെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ഗോദ വർമ്മ രാജ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്ന് നിലവിലുള്ള കൃഷി രീതി പൂനം കൃഷി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏതാണ്, മീനച്ചിലാറാണ് കേട്ടോ. ഇത് അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ, മീനച്ചിലാറാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ചക്ക, നമ്മുടെ ചക്കനെ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ദുരന്ത നിവാരണത്തിന് ഏതാണ്, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ എല്ലാം വരും കേട്ടോ. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂര്. 2012 ഉരുൾപൊട്ടൽ, 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കിയേ, ഇത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്, 60ാമത്തെ ആൻസർ ഇവിടെ ബി ആണ്, കോഴിക്കോടാണ്. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. 61ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം
ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട കോർണിയ അധാര്യമായി തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോർട്ടി എന്ന ഏത് ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി ഏതാണ്? ചെവി. ഉമിനീരിന്റെ pH മൂല്യം 6.2 7.6 ട്ടോ. 6.2 to 7.6 ഉമിനീര്. അപ്പൊ നമ്മുടെ നാക്കിൽ വായിലാണെങ്കിലും ഉമിനീരുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ വായിൽ ഉമിനീരിനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വായിക്കൂടെ നമുക്ക് അറിയാലോ ഉമിനീര് വരുന്ന സമയത്ത് ഇതിന്റെ pH 6.2 to 7.6 ആണെന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് വെക്കുക കേട്ടോ. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇപ്പൊ എന്താണ് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പദ്ധതി എന്നുള്ളത് അവർക്ക് പദ്ധതി കണ്ട തെറ്റാണ് അല്ലെ? വേർഡ് നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരാടെ ഒരു ക്വസ്റ്റ്യൻ തെറ്റ് കൂട്ടുന്ന ഒരു നെഗറ്റീവ് മാർക്കും അങ്ങോട്ട് കിട്ടാൻ പറ്റും അല്ലെ? ഇപ്പൊ അവര് ചെയ്തപ്പോ നോക്കിക്കേ, ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ്? ഡി ആണ് കേട്ടോ. അപ്പൊ ആർദ്രം പദ്ധതിയായിട്ട് ഇടുന്നത് ഈ 3 പേരും പഠിക്കുക. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി മാറ്റി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പ്. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തത് തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലിന്റെ ഇനം ഏതാണ്? നെല്ലിന്റെ ഇനം KAU മനുരത്ന. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലിന്റെ ഇനമാണ് KAU മനുരത്ന. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹവാതങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ? CO2 എന്ന് തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? ബാക്കിയെല്ലാം വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അത് നമുക്ക് പെട്ടെന്ന് ഓപ്ഷനിൽ ആൻസർ എത്താനായിട്ട് പറ്റും അല്ലേ? 68ാമത്തെ ബി ആണ്, രൂപ്കുണ്ട്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത് കാടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഏതവരും സി ആണ് കേട്ടോ. 1ഉം 2ഉം ആണ് ശരിയായ പ്രസ്താവന. ഒന്ന് എന്താണ്? ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം. ലൈക്കനുകൾ കേട്ടോ. ലൈക്കനുകൾ എന്ന വിഭാഗമാണ് സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം. പിന്നെ ഏതാണ് ഇവിടെ ആൻസർ? 2. വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. വായു ലെഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിലൊക്കെ നല്ലോണം എന്തുണ്ട്? ലെഡ് ഉണ്ട് അല്ലെ? അപ്പൊ തന്നെ അത് വായു മലിനീകരണം. പിന്നെ ഇതിനു വേണ്ടിയിട്ടും ലെഡ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. റൂദർഫോർഡ് പ്രോട്ടോൺ. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. എങ്ങനെയാണ് പറഞ്ഞേ? SCRT-യിൽ കിടക്കുന്നതിൽ ഇത് A ആണ് അല്ലെ? ആൻസർ 1ഉം 2ഉം ശരിയായ പ്രസ്താവനകൾ. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. പരസ്പര ബന്ധമില്ലാത്തത് 2ഉം 4ഉമാണ്. എങ്കിൽ ബന്ധമുള്ളത് ഏതൊക്കെയാണ്? സോഡിയം ഒരു ആൽക്കലി ലോഹമാണ്. അലുമിനിയം ഒരു ബോറോൺ കുടുംബത്തിലാണ്. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? 74ാമത്തെ ബി ആണ് കേട്ടോ. 1:8 ആണ്. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിലുള്ള അനുപാതം 1:8. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. നൈട്രജൻ ഒഴിച്ചിട്ട് ബാക്കി 3 ഉണ്ടാവും അല്ലെ? ഹൈഡ്രജൻ ഉണ്ടാകും, ഓക്സിജൻ ഉണ്ടാകും, പിന്നെ കാർബൺ ഉണ്ടാകും. ഏത് വരും? ആൻസർ എ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി 20 ഹെർട്സ്. പ്രവൃത്തിയുടെ യൂണിറ്റ്
ജൂള്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഡി ആണ്. ഇതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. സൗരോർജ്ജം, തിരമാല, കാറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വന്നെങ്കിലേ എക്സാമിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ശരി, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അല്ലേ? എത്ര ദൂരെ കാത്തില്ല, എക്സാം എന്തായാലും അടുത്തു. നിങ്ങൾക്ക് ഞാൻ വേൾഡ് ഹിസ്റ്ററി ക്ലാസ് ഇട്ടേറ്റ് നിങ്ങളൊന്ന് താഴെ ഒന്ന് അഭിപ്രായം പറയുമോ? വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കി തരാം. നമുക്ക് ഓർഡർ ആയിട്ട് തന്നെ വരാം. ഓരോ ദിവസം ഓരോ വിപ്ലവങ്ങൾ പഠിക്കുക. എല്ലാതും ഉണ്ടാവും കേട്ടോ. എന്താ പറയാ, ശ്രീധരമേനോൻ സാറിന്റെ പുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയും അതുപോലെ വലിയ വലിയ ബുക്കുകൾ, അല്ലാണ്ട് SCRT മാത്രമല്ല വലിയ വലിയ ബുക്കുകളിലേക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഇട്ട് തരട്ടെ. ഫുള്ളായിട്ട് ഇട്ട് തരാം. ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കി തരാം. ഒരു മൊഡ്യൂൾ ഉണ്ടല്ലോ, നമുക്ക് ചൈനീസ് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, UNO, അതങ്ങനെ ആ ഒരു ദിവസം ഡെയിലി ഓരോ ക്ലാസ് വെച്ചിട്ട് ഇട്ട് തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളോ രണ്ടാളോ കമന്റ് ചെയ്തുകൊണ്ട് ഇടാൻ പറ്റില്ല. നമുക്ക് എന്താണെന്നറിയാം, റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ടൈം ഇല്ലാത്ത സമയം നോക്കിയിട്ട് നമ്മൾ ഒരു ക്ലാസ് ഇടുന്ന സമയത്ത് അത് ഞാൻ ചെയ്തു തരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എൻ്റെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഓരോ ക്ലാസ് ഇട്ടിരിക്കുന്നത് എനിക്ക് ഒരു പോയിന്റും ഒഴിവാക്കാൻ തോന്നില്ല. എന്തെങ്കിലും ഇത് വരില്ലേ, ഇത് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് അതിൽ ടൈപ്പ് ചെയ്യാതിരുന്നാലും മനസ്സിന് സത്യം പറഞ്ഞാൽ തോന്നിക്കും, ഈശ്വര നാളെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ എൻ്റെ കൂട്ടുകാർക്ക് മാർക്ക് പോകരുത് എന്ന് മാത്രമല്ല. അപ്പൊ എന്ത് ചെയ്യും, എല്ലാ A to Z പോയിന്റ് ഞാൻ ഓരോ ടോപ്പിക്കും ചെയ്തു വന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് അത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കി തരണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഓരോ വിപ്ലവം പഠിച്ചാൽ മതി. ഒരു 6-7 ദിവസം കൊണ്ട്, ഈ ഒരു അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇന്നിപ്പോ എന്തായാലും സാറ്റർഡേ ഫ്രൈഡേ ആയാലോ, ഇനിയിപ്പോ മൺഡേ ടു സാറ്റർഡേ ആകുമ്പോഴേക്കും നമുക്ക് വേൾഡ് ഹിസ്റ്ററി മൊത്തം കഴിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തുക കേട്ടോ. പറയുകയാണെങ്കിൽ ക്ലാസ് ഇട്ട് തരാം. പിന്നെ എന്തായാലും ക്ലാസ്സുകൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ കൊടുത്തൊന്ന് ഇനേബിൾ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. പിന്നെ എന്താ പറയാ, ഞാൻ പറയണ്ട നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.